ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇനി എന്താ ചെയ്യാ നീലി? എന്നെ ഈ വേഷത്തിലെങ്ങാനും കണ്ട അവന് പിന്നെ സംശയമാവും. ഹായ് മാഡം. എന്താ ഇത്? അല്ല മാഡം എന്താ ഇവിടെ? എന്താ മാഡം, സുഖം തന്നെയല്ലേ? അല്ല ഇവിടെ വന്നതിന്റെ കാര്യം എന്താ? അല്ല എന്നെ ഒന്ന് പാമ്പ് കടിച്ചായിരുന്നല്ലോ, അപ്പോ ഒരു ചെക്കപ്പിന് വേണ്ടി വന്നതാ. അല്ല വിശേഷം പറഞ്ഞില്ലല്ലോ. ഒന്നുമില്ല. മാഡം ഒന്ന് നിൽക്ക് മാഡം. അങ്കിൾ, നീലിമലയിലേക്ക് ഇവിടുന്ന് എങ്ങനെ പോണ്ടേ? താങ്ക്സ് അങ്കിൾ. എന്നെ യാതൊരു മൈൻഡും ഇല്ലാതെ പോവാണല്ലോ. അതെന്താ, ഈ എനിക്ക് ഒരു വിലയില്ലേ? ഇതിന് മാത്രം അഹങ്കാരമുണ്ടോ? മാഡം മാഡം ഒരു മിനിറ്റ്. ശിവാനി മാഡം വന്നിരുന്നല്ലോ, എന്തിനാ വന്നത്? ഏയ് അതെ മാഡം. ലുക്കേമിയ 3rd സ്റ്റേജ് ക്യാൻസർ. ക്യാൻസറാ? എന്നുവെച്ചാ ശിവാനിക്ക് ബ്ലഡ് ക്യാൻസറാ? ഓ, അപ്പൊ അതിനു വേണ്ടി ചെക്കപ്പിന് വന്നതാണോ? ശേ, അറിയാൻ പറ്റാതായി പോയല്ലോ. അപ്പൊ അവൾ ഓൾറെഡി വേദനയിലായിരുന്നു. അതൊന്നും അറിയാതെ ഞാൻ വെറുതെ കഷ്ടപ്പെടുത്തിയല്ലോ. ഓ, അതുകൊണ്ട് ദേഷ്യപ്പെട്ടതാണോ? ഓ, മണ്ടനാണല്ലോ ഞാൻ, മണ്ടൻ. ഓൾറെഡി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരാള് കാര്യം എന്താണെന്ന് പോലും അറിയാതെ ഞാൻ പിന്നെയും ഒരുപാട് പറഞ്ഞ് വിഷമിപ്പിച്ചല്ലോ. ആരാ വിളിക്കുന്നത്? നന്ദീശന. ഇപ്പൊ തന്നെ അയാൾക്ക് വിളിക്കണമായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട്. ആരാ ഗോവിന്ദ അത് ഇതിനിടയ്ക്ക് വെറുതെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? നന്ദീശനളിയാ. എന്തിനാണെന്ന് അറിയില്ല, കുറെ നേരിട്ട് വിളിച്ചോണ്ടിരിക്കുക. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കാം. വേണ്ട വേണ്ട, ഞാൻ നോക്കണം. അതെ, ആദ്യം പൂജ കഴിയട്ടെ, എന്നിട്ട് സംസാരിക്കാം. ശരി അളിയാ, ആദ്യം പൂജ നടക്കട്ടെ. നന്ദീശനല്ലേ, പിന്നെ സംസാരിക്കാമല്ലോ. ഇല്ലെങ്കിൽ ഞാൻ എടുക്കാം. എന്തെങ്കിലും അർജന്റ് കാര്യം ഉണ്ടായിട്ടല്ലേ അവൻ വിളിക്കുന്നത്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും, ഞാൻ വരാം. എന്താ നന്ദീശ, എന്താ കാര്യം? മുതലാളി, ഞാൻ സാംബശിവനെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. അവൻ നീലിമലയിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. എന്താ, നീലിമലയിലെ കാട്ടിലേക്കോ? അവനെന്താ അങ്ങോട്ട് പോകേണ്ട കാര്യം? എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മുതലാളി. ഇതൊരു നല്ല ലക്ഷണമല്ല നന്ദീശ. നീ ഒരു കാര്യം ചെയ്യ്, നീ അവനെ ഫോളോ ചെയ്യുന്നത് നിർത്തണ്ട. എനിക്ക് ആ ലൈവ് ലൊക്കേഷൻ ഇങ്ങോട്ട് അയക്കേ, ഞാനിപ്പോ തന്നെ അങ്ങോട്ടെത്താം. ശരി മുതലാളി, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഫോൺ ചെയ്യാം. ബി കെയർഫുൾ. ഒരു കാരണവശാലും അവന്റെ കണ്ണിൽ ചെന്ന് പെട്ടേക്കരുത്. ഓക്കെ? ഇല്ല മുതലാളി, ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി. ഗോവിന്ദ, നിന്റെ അളിയനെ വിളിച്ചേ, പൂജയ്ക്ക് സമയമായെന്ന് പറ. ചേച്ചി ദേ വരുന്നുണ്ട്. അതെ, സംസാരിച്ചു കഴിഞ്ഞില്ലേ? എന്നാ പൂജ തുടങ്ങാൻ വാ. അല്ല, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. പൂജ നിങ്ങളെല്ലാരും കൂടെ ഫിനിഷ് ചെയ്യും, ഞാനൊന്ന് പോയിട്ട് വരാം. ഇന്ന് എവിടേക്കും പോകില്ല എന്നോട് വാക്ക് തന്ന കാര്യം മറന്നുപോയോ? പറയുന്ന മനസ്സിലാക്കി ദമയന്തി, വളരെ അത്യാവശ്യ കാര്യം അതുകൊണ്ടല്ലേ ഞാൻ പോകുന്നത്. പ്ലീസ്. അമ്മ വെറുതെ വിഷമിക്കല്ലേ. ഡാഡിക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യം വന്നിട്ടുണ്ടാവും. ഡാഡിയുടെ കാര്യം അറിയാവുന്നല്ലേ. എന്നെക്കാളും ഇത്ര വലിയ കാര്യം എന്താ? എന്റെ വിധിയാ ഇതൊക്കെ.
ഒരു ചെറിയ കാര്യത്തിന് പോലും ഇവിടെ ഉണ്ടാവില്ല. അമ്മ ചേച്ചി സങ്കടപ്പെടല്ലേ, അളിയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. ഇറ്റ്സ് ഓക്കെ മോം, ഡോണ്ട് ബി അപ്സെറ്റ്. ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ. അമ്മ അമ്മ മോം, ദിഗ്വിജയ്, ഇത്രയും ദിവസം എല്ലാം നിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ഇന്നു മുതൽ എന്റെയാ. ഗുരുക്കളും സാമ്രാട്ടും എന്റെ കൂടെ തന്നെയുണ്ട്. നാഗമാണിക്യം ഒന്ന് എന്റെ കയ്യിൽ കിട്ടിയാൽ നോക്കിക്കോ ഞാൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന്. ഇത്രയും ദിവസം ഞങ്ങളെല്ലാവരും നിന്റെ പുറകെ ഓടിയില്ലേ, ഇനി അങ്ങോട്ട് നീ ഇനി മുതൽ എന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കും. ഇന്നു മുതൽക്ക് ഓപ്പറേഷൻ ദിഗ്വിജയ സ്റ്റാർട്ട്. ശിവാനി, നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? ആ ഡോക്ടർ ഈ വഴിയായിരിക്കും വരുന്നത്. എന്തെങ്കിലും ചെയ്ത് അവൻ മലയിലേക്ക് പോകുന്നത് തടയണം. എങ്ങനെ തടയും? വിഷപ്രയോഗം വേണ്ടി വരുമോ? ഇല്ല ഇല്ല, അവൻ ജീവനോടെ ഉണ്ടാവണം. നമ്മൾ അവനെ വഴി തിരിച്ചു വിട്ടാ മതി. അത് തന്നെ, അതെങ്ങനെ ചെയ്യും? അവന്റെ വഴി തന്നെ മാറ്റിക്കളഞ്ഞ ശരി, അതെങ്ങനെ? നമ്മൾ അവന് വേണ്ടി ഒരു പുതിയ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചാലോ? എങ്ങനെയുണ്ടാവും? എന്ത് പുതിയൊരു പ്രപഞ്ചമോ? അതെ, മായയായ വഴി, മായയായ കാട്. അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത്? വേഗം ആവട്ടെ ശിവാനി, അവൻ എപ്പോ വേണമെങ്കിലും ഇതുവഴി വരാം. ശിവാനി, ഏതോ ഒരു കാറ് വരുന്നുണ്ട്, നമുക്ക് മാറി നിൽക്കാം. വാ. ശിവാനി, പെട്ടെന്ന്. അയ്യോ, എന്റെ മന്ത്രശക്തി എന്താ ഫലിക്കാത്തത്? ശിവാനി, വേഗം, അയാൾ എത്താറായി. മഹാദേവ, ശിവാനി, വാ, നമുക്ക് പോകാം.
ശിവാനി, ആ സാംബശിവൻ നീ സൃഷ്ടിച്ച വഴിയിലൂടെയാണ് പോകുന്നത്. അതെ, പക്ഷെ ഇനി ആ വഴി നമ്മൾ ഇല്ലാതാക്കണം. അതെന്തിന്? ഇല്ലെങ്കിൽ നന്ദീശനങ്ങളും ആ വഴിയിൽ അങ്ങോട്ട് പോകും. ഇനിയിപ്പോ നന്ദീശനങ്കിൾ അദ്ദേഹം നേരായ വഴിക്ക് തന്നെ പോകണം. എവിടെയാ സാംബശിവൻ? ഇനിയും വന്നില്ല? ഇപ്പൊ തന്നെ വരും ഗുരുക്കളെ. നീ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നില്ലേ? രാഹുകാലത്തിനിടയിൽ വിഷയം കഴിഞ്ഞിരിക്കണം. അതിനു മുൻപ് സാംബശിവൻ ഇവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. അറിയാം ഗുരുക്കളെ, ഉറപ്പിച്ചു പറഞ്ഞതാണ്. അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും വരും ഗുരു. സമയം വൈകുന്നു. നാഗമാണിക്യം ആ ഗുഹയിൽ നിന്നും പുറത്തെടുത്തു കൊണ്ടുവന്ന് അതിന്റെ ഉത്തരവാദിത്വം സാംബശിവനെ ഏൽപ്പിക്കാൻ ഇതാണ് അനുയോജ്യമായ സമയം. ഈ സമയം കഴിഞ്ഞാൽ ഇതുപോലൊരു മുഹൂർത്തത്തിനു വേണ്ടി 15 ദിവസം കാത്തിരിക്കേണ്ടി വരും. ആണോ ഗുരുക്കളെ? രാഹുകാലത്ത് നാഗമാണിക്യത്തെ ആരാധിച്ച് മന്ത്രക്കൂടിലേക്ക് ആവാഹിച്ച് കുടിയിരുത്തുക എന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. ശരി ഗുരുക്കളെ. ഇന്ന് ദിഗ്വിജയന്റെ ദിഗ്ബന്ധനത്തിൽ നിന്ന് നാഗമാണിക്യത്തിന് മുക്തി. അതാ ദിഗ്ബന്ധനത്തിൽ നിന്നും പുറത്തു വരട്ടെ. അവനെ ജീവിതാവസാനം വരെ ഞാൻ പഠിപ്പിക്കും. അല്ല, സാംബശിവന്റെ വണ്ടി ഇവിടെയും കാണുന്നില്ലല്ലോ. ഹലോ, പറഞ്ഞോളൂ നന്ദീശ. ഞാനിവിടെ സ്ഥലത്തെത്തി. വണ്ടിയും കാണുന്നില്ല, സാംബശിവനെയും കാണുന്നില്ല. അവൻ ദൂരേക്ക് എങ്ങും പോയിട്ടുണ്ടാവില്ല. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. നമുക്ക് ഒരുമിച്ച് നോക്കാം. ശരി മുതലാളി. എന്താ ഇത്? റോഡ് ഇവിടെ തീർന്നു പോയല്ലോ. ഗുരുക്കൾ പറഞ്ഞ സ്ഥലം ഇതല്ലേ? ഇത് തന്നെയാണല്ലോ. അവരിവിടെ അടുത്തെങ്ങാനും ഉണ്ടാവും. അവരീ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞപ്പോ വന്നു കൂട്ടിക്കൊണ്ടുപോവാൻ ഇവിടെ ആരെങ്കിലൊക്കെ ഉണ്ടാവുമെന്ന് കരുതി. നോക്കാം. ഓ, സമയായല്ലോ. രാഹുകാലത്ത് പൂജ തുടങ്ങണമെന്നല്ലേ ഗുരുക്കൾ പറഞ്ഞത്? ഒരുപക്ഷെ ഗുരുക്കൾ പൂജ തുടങ്ങിയിട്ടുണ്ടാവോ? എന്താടാ? മുതലാളി, ഞാൻ കാറ് ഫോളോ ചെയ്ത് വന്നതാണ്. റോഡ് പക്ഷെ ഇവിടെ തീരുക. സാംബശിവനെയും കാണാനില്ല, കാറും കാണാനില്ല. നോക്കാം നമുക്ക്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇവിടെ മുതൽ തന്നെയല്ലേ നീലിമലക്കാട് തുടങ്ങുന്നത്? വായന്റെ കൂടെ. ഇപ്പൊ ഒരാൾ വന്ന് നിങ്ങളോട് എന്താ ചോദിച്ചില്ലേ? അതെന്താ ചോദിച്ചേ? നീലിമലയിലേക്ക് എങ്ങനാ പോകുന്നെന്ന് ചോദിച്ചു. നീലിമലക്കാടോ? അല്ല, എന്നിട്ട് അവരോട് നിങ്ങൾ എന്താ പറഞ്ഞേ? ഞാൻ അങ്ങോട്ടുള്ള വഴി പറഞ്ഞു കൊടുത്തു.
നീലിമലക്കാടും ശിവാനിയും തമ്മിൽ എന്താ ബന്ധമുള്ളത്? അവിടേക്ക് പോകേണ്ട കാര്യം എന്താ? അയ്യോ, ക്യാൻസർ ഉണ്ടെന്നുള്ള കാര്യത്തിലാകെ വിഷമിച്ച് ഇനി മാഡം വല്ല എടുത്തിയാട്ടം വല്ലതും കാണിക്കൂ. ഓ ചേ ദൈവമേ, അവരെന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കുന്നതിന് മുൻപ് ഞാനവിടെ ചെന്ന് അവരെ തടഞ്ഞേ പറ്റും. സൂര്യൻ മൂർധന്യത്തിലെത്തി. സാംബശിവൻ ഇനിയും എത്തിച്ചേർന്നില്ലേ? എന്റെ ചിട്ടകൾ അറിയാവുന്നതല്ലേ? മുഹൂർത്തത്തെപ്പറ്റി ഒരു വിവരവുമില്ലേ? ഈ ത്രയംബകന്റെ ആജ്ഞയെ ധിക്കരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അവൻ അറിയില്ലേ? ഇപ്പൊ വരും ഗുരുക്കളെ. എന്തെങ്കിലും തടസ്സം നേരിട്ടിട്ടുണ്ടാവും. എന്ത് തടസ്സമുണ്ടായാലും അത് മറികടക്കണം. ഇത് ജീവൻ മരണ പോരാട്ടമാണ്. എനിക്കിനിയും അനാവശ്യമായി കാത്തിരിക്കാനാവില്ല. ശിവാനി, എത്രയും പെട്ടെന്ന് നീ നിന്റെ രൂപം മാറ്. ആ സാംബശിവൻ വന്ന പ്രശ്നമാവും. ശിവാനി, ശിവാനി, നീ രൂപം മാറി നടന്നു കഴിഞ്ഞാൽ നീ നാഗലോകത്തിലുള്ളവളാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ മാത്രം വിഡ്ഢിയാണോ ഞാൻ? എന്റെ സാമ്രാജ്യത്തിൽ വന്ന് എന്നെ തന്നെ കബളിപ്പിക്കാൻ നോക്കുന്നോ? പറയൂ, ആരാണ് നീ? എന്റെ ദേശത്ത് വന്ന് എന്റെ നാഗമാണിക്യം, എന്റെ തപസ്സിന്റെ ബലമായി ഞാൻ സ്വന്തമാക്കിയ നാഗമാണിക്യം കട്ടെടുക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ഒരിക്കലും നിന്നെ വെറുതെ വിടില്ല. ഏയ്! എന്റെ മുന്നിൽ നിന്റെ ഒരു മായാജാലവും നടക്കില്ല. നിന്നിലുള്ള എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരും. ഞാൻ വെറുമൊരു വ്യക്തിയല്ല. എന്നെ പറ്റിക്കാൻ സാധ്യമല്ല. എവിടെ നിന്റെ കൂട്ടുകാരി? എവിടെ? ഇല്ല, ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക്. എന്റെ സാമ്രാജ്യത്തിൽ വന്ന് എന്നെ തന്നെ കബളിപ്പിക്കാൻ നോക്കുന്നു. ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല.